ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എലമെൻറ്റ്സ് ഓഫ് പ്രൊജക്ഷൻ അതാണ് പഠിച്ചത്. ഇന്ന് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ്, എങ്ങനെയാണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് വരയ്ക്കുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാഡ്രൻസിനെ പറ്റി പഠിച്ചിരുന്നു. ക്വാഡ്രൻസിൻ്റെ ഒരു മോഡല് ഞാൻ കാണിക്കാം. ഇതാണ് 4 ക്വാഡ്രൻറ്റിൻ്റെ ഒരു മോഡൽ. ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തിരുന്നു. ഇതിലൊരു പോയിന്റ്, ഏതൊക്കെ പൊസിഷനിൽ ഒരു പോയിന്റ് വരാം എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന പോയിന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരുന്ന പോയിന്റ്, ഇത് തേർഡ് ക്വാഡ്രൻറ്റിൽ, ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റിൽ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ അത് എബവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, എബവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ അത് ബിഹൈൻഡ് VP, എബവ് HP. തേർഡ് ക്വാഡ്രൻറ്റിൽ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ അത് ബിലോ HP, ബിഹൈൻഡ് VP. ഇവിടെ നിന്നാണ്, ഈ സൈഡിൽ നിന്നാണ് ഒരു ഒബ്സർവർ ഇത് വ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ വെർട്ടിക്കൽ പ്ലെയിൻ്റെ ബിഹൈൻഡ് VP അങ്ങനെയാണ് വരുന്നത്. തേർഡ് ക്വാഡ്രൻറ്റിൽ ബിലോ HP, ബിഹൈൻഡ് VP. ഫോർത്ത് ക്വാഡ്രൻറ്റിലാണെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് VP, ബിലോ HP. ഇങ്ങനെയാണ് 4 പൊസിഷൻ. പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിൻ്റെ ക്വസ്റ്റ്യൻസിൽ പൊസിഷൻ തന്നു കഴിഞ്ഞാൽ ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെയാണ്. ഒരു പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ നൊട്ടേഷൻസ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ആക്ച്വൽ പൊസിഷൻ, ആക്ച്വൽ പൊസിഷൻ ഓഫ് പോയിന്റ്സ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ തരിക A, B, C ഇങ്ങനെ അപ്പർ കേസ് ലെറ്റേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും ആക്ച്വൽ പൊസിഷൻ. ഫ്രണ്ട് വ്യൂവില് നൊട്ടേഷൻ വരുന്നത് A ഡാഷ്, B ഡാഷ്, C ഡാഷ് ഇങ്ങനെയാണ്. അത് A പ്രൈം, B പ്രൈം, C പ്രൈം. ഇനി ടോപ്പ് വ്യൂവിൽ വരുന്നത് സ്മാൾ ലെറ്റർ A, സ്മാൾ ലെറ്റർ B, സ്മാൾ ലെറ്റർ C. ഫ്രണ്ട് വ്യൂവിൽ സ്മാൾ ലെറ്റർ A ഡാഷ്, B ഡാഷ്, C ഡാഷ് ഇങ്ങനെയാണ് നൊട്ടേഷൻസ്. ഇനി പ്രൊഫൈൽ പ്ലെയിനിൽ സൈഡ് വ്യൂ അല്ലെങ്കിൽ എൻഡ് വ്യൂവിൽ A ഡബിൾ പ്രൈം അല്ലെങ്കിൽ ഡബിൾ ഡാഷ്, സ്മാൾ ലെറ്റർ A ഡബിൾ ഡാഷ്, സ്മാൾ ലെറ്റർ B ഡബിൾ ഡാഷ്, C ഡബിൾ ഡാഷ് ഇങ്ങനെയാണ് നൊട്ടേഷൻ കൊടുക്കുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. ഓരോന്നും ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ഇതിനൊക്കെ കറക്റ്റായിട്ട് നൊട്ടേഷൻ കൊടുക്കണം. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലല്ലോ ഒരു പോയിന്റ്, ഈ പോയിന്റിൻ്റെ പ്രൊജക്ഷൻ, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ, ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിൽ വരും. ഇങ്ങനെയാണ് പോയിന്റ് വരിക. അതുപോലെ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരും. ഇതിൻ്റെ റൊട്ടേഷൻ, നമ്മൾ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിൻ ഫിക്സഡ് ആണ്. 3D വ്യൂവിനെ 2D വ്യൂവിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ വരുന്നത് ഫിക്സഡ് പ്ലെയിൻ ആണ്. വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യും. അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ
ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ഒരു പോയിന്റിന്റെ പ്രൊജക്ഷൻ, ഇത് റഫറൻസ് ലൈൻ എക്സ് വൈ, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് ഫ്രണ്ട് വ്യൂ, ഇത് ടോപ്പ് വ്യൂ. ഫ്രണ്ട് വ്യൂ എ ഡാഷ്, ടോപ്പ് വ്യൂ എ, ഇങ്ങനെയാണ് നൊട്ടേഷൻ കൊടുക്കുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന ഒരു പോയിന്റ്, അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒബ്സർവർ ഇവിടെ തന്നെയാണ് നോക്കുന്നത്. ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഫ്രണ്ട് വ്യൂ ഇവിടെ വരും, ടോപ്പ് വ്യൂ ഇവിടെ വരും. റൊട്ടേഷൻ വരുമ്പോൾ രണ്ടും ടോപ്പിൽ പോകും, മുകളിൽ പോകും. അടുത്തത് തേർഡ് ക്വാർട്ടറിൽ വരുന്ന ഒരു പോയിന്റ്, ഫ്രണ്ട് വ്യൂ ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ വരും, ടോപ്പ് വ്യൂ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരും. ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മുകളിൽ. അപ്പോൾ ടോപ്പ് വ്യൂ മുകളിലും ഫ്രണ്ട് വ്യൂ താഴെയും വരും. ഫോർത്ത് ക്വാർട്ടറിൽ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിൽ വരും, ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും എക്സ് വൈ റഫറൻസ് ലൈനിൻ്റെ താഴെ വരും. ഇങ്ങനെയാണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ്. ഏത് ക്വാഡ്രന്റിൽ വന്നു കഴിഞ്ഞാലും പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. Vertical plane will be always fixed. HP rotating. Clockwise. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് വ്യൂ എ എന്ന് പറഞ്ഞൊരു പോയിന്റ്, ഇനി ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിൽ വരും എ ഡാഷ്, ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ പോയിന്റ് ഇവിടെ വരും. അപ്പോൾ ഇത് വരയ്ക്കുന്നത് എക്സ് വൈ എ ഡാഷ് എ. സെക്കൻഡ് ക്വാർട്ടറിൽ പോയിന്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിൽ വരും, ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരും. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ രണ്ടും മുകളിൽ, രണ്ടും റഫറൻസ് ലൈനിൻ്റെ മുകളിൽ. എക്സ് വൈ എ ഡാഷ്. ഇതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്. അടുത്ത തേർഡ് ക്വാഡ്രന്റിൽ വരുന്ന പോയിന്റ്, ഇവിടെയാണ് പോയിന്റ് എങ്കിൽ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിലും ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിലും വരും എ ഡാഷ്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മുകളിൽ പോകും. റഫറൻസ് ലൈൻ എ, ടോപ്പ് വ്യൂ എ ഡാഷ്. ടോപ്പ് വ്യൂ മുകളിലും ഫ്രണ്ട് വ്യൂ താഴെ. അടുത്ത ഫോർത്ത് ക്വാർട്ടറിൽ ഇവിടെയാണ് പോയിന്റ് എങ്കിൽ ഫ്രണ്ട് വ്യൂ വി പിയിലും ടോപ്പ് വ്യൂ എച്ച് പിയിലും വരും. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ രണ്ടും താഴെ. എ ഡാഷ്. ഇതാണ് ഫോർത്ത് ക്വാഡ്രന്റ്. നമ്മൾ ടേബിളായിട്ട് എഴുതുവാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് വ്യൂ ബിലോ റഫറൻസ് ലൈൻ എക്സ് വൈ. ഫ്രണ്ട് വ്യൂ above XY.
ടോപ്പ് വ്യൂ സെക്കൻഡ് ക്വാർട്ടറിൽ വരുമ്പോൾ ടോപ്പ് വ്യൂ എബവ് XY ലൈൻ. തേർഡ് ക്വാർട്ടറിൽ ഫസ്റ്റ് ക്വാർട്ടറിന്റെ നേരെ ഓപ്പോസിറ്റ്. ടോപ്പ് വ്യൂ എബവ് XY, ഫ്രണ്ട് വ്യൂ ബിലോ XY. ഫോർത്ത് ക്വാർട്ടറിൽ സെക്കൻഡ് ക്വാർട്ടറിന്റെ നേരെ ഓപ്പോസിറ്റ്. ബിലോ XY, ടോപ്പ് വ്യൂ ബിലോ XY, ഫ്രണ്ട് വ്യൂ ബിലോ XY. ഈ 4 രീതിയിലാണ് ഓരോ ക്വാർട്ടറിലും വരുന്ന പോയിന്റിന്റെ പ്രൊജക്ഷൻ വരുന്നത്. അടുത്ത നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് എ പോയിന്റ് എ 40 mm in front of VP and 60 mm above HP. Point A 40 mm in front of VP and 60 mm above HP. ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് വെച്ചാൽ, നമ്മളൊരു ക്വാഡ്രന്റ് റഫായിട്ട് വരയ്ക്കുക. മാർജിനിൽ ഒരു ക്വാഡ്രന്റ് വരയ്ക്കുക. ഇത് HP, ഇത് VP. പോയിന്റ് 40 mm in front of VP. 40 mm in front of VP. ഇതാണ് പോയിന്റ് A. mm in front of VP. 60 mm above HP. ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ഒരു പോയിന്റാണ്. അപ്പൊ ഈ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ വരും. ടോപ്പ് വ്യൂ, ഇത് ഫ്രണ്ട് വ്യൂ A', ടോപ്പ് വ്യൂ A. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഇവിടെ വരും. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം തിൻ ലൈൻ, റഫറൻസ് ലൈൻ, തിൻ ലൈൻ വരയ്ക്കാം. XY. അടുത്തായത് റഫറൻസ് ലൈനിന്റെ മുകളിൽ 40 mm എബവ് ആയിട്ട് A', 60 mm below XY. ഡയമെൻഷൻ ചെയ്യും. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ഇത് 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ 2 മാർക്കാണ്. ടോട്ടൽ ക്വസ്റ്റ്യൻ പോളിടെക്നിക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് 5 പോയിന്റ് വരയ്ക്കാനുണ്ടാവും. അത് ഉറപ്പായിട്ടും ഉണ്ടാകും. 5 പോയിന്റ് വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാകും. അതിന് 10 മാർക്സ് ആണ് ടോട്ടല്. അപ്പോൾ ഒരു പോയിന്റ് കറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. അത് റഫറൻസ് ലൈൻ വരയ്ക്കണം, ഈ പോയിന്റ് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് വ്യൂ A' എന്നും ടോപ്പ് വ്യൂ A എന്നും മാർക്ക് ചെയ്യണം. സ്മാൾ ലെറ്ററിലാണ് മാർക്ക് ചെയ്യേണ്ടത്. കൂടാതെ ഡയമെൻഷൻ ചെയ്യണം. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക് കിട്ടും. അതുപോലെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു കോമൺ റെഫറൻസ് ലൈനിൽ ഈ 5 പോയിന്റ് വരയ്ക്കാനാണ് ഉണ്ടാവുക.
അപ്പോൾ ബാക്കിയുള്ള പോയിന്റ്സ് നമ്മൾ കോമൺ റെഫറൻസ് ലൈനിൽ വരയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ഞാൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, താങ്ക് യു.